ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി പ്രത്യാശയുടെയും നന്മയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതി ഒരു ക്രിസ്മസ് കൂടി. എല്ലാ മെട്രോ സ്റ്റാർ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ഇന്ന് എല്ലാ വീടുകളിലും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അളകാപുരിയിൽ മാത്രം ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല എന്ന സങ്കടമായിരുന്നു പൊന്നുവിന്. ആ സങ്കടം ലച്ചുവുമായിട്ട് പൊന്നു പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംസാരം കേട്ട അമല് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും കുഞ്ഞ് മക്കളുടെ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ആഗ്രഹം അവരെ ഒരിക്കലും സങ്കടപ്പെടുത്താൻ പാടില്ല, സന്തോഷിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അമൽ ആ ഒരു ആഘോഷം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒപ്പം അമലിനൊപ്പം പൊന്നുവും ലച്ചുവും കൂടി സഹായത്തിന് കൂടി. പുൽക്കൂട് ഒരുക്കി, പിന്നെ ക്രിസ്മസ് ട്രീ വെച്ചു, അങ്ങനെ ലൈറ്റ് സെറ്റും സ്റ്റാറും ഒക്കെ തൂക്കി, അങ്ങനെ അതിഗംഭീരമായിട്ട് തന്നെ അവരത് അലങ്കരിച്ചു. പുൽക്കൂടിലെ ഉണ്ണിയേശുവിനെയൊക്കെ വെച്ച് അലങ്കരിച്ച് ആ ഒരു ഓരോ ക്രിസ്മസ് ട്രീയും അങ്ങനെ എല്ലായിടവും നല്ല സുന്ദരമായിട്ട് അലങ്കരിച്ചു. ഇനി പൊന്നു ചോദിക്കുന്നുണ്ട്, സാന്റാക്ലോസ് വരത്തില്ലേ അമൽ, ജെറി സാന്റാക്ലോസ് വരത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇനി സാന്റാക്ലോസും കൂടി വന്നു കഴിഞ്ഞാൽ പരിപൂർണമായി. അപ്പൊ അമല് പറയുവാണ് എന്തായാലും സാന്റാക്ലോസ് വരും, എന്തായാലും ലച്ചു പോയിട്ട് അഭിയേട്ടനെയും ജാനിയേട്ടത്തെയും കൂടി താഴോട്ട് വിളിച്ചുകൊണ്ട് വാ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന് അമല് പറയുന്നുണ്ട്. അപ്പൊ ലച്ചുവും അമലും കൂടി ചേർന്നിട്ടൊരു അവര് തമ്മിൽ ഒരു സീക്രട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുവാണ് ഈ ഒരു സാന്റാക്ലോസിനെ കൊണ്ടുവരാനായിട്ട്. നേരെ ലച്ചു അബിയുടെയും ജാനകിയുടെയും അടുത്തേക്ക് പോകുമ്പോൾ അബിയും ജാനകിയും ഭയങ്കര ഒരു ഡിസ്കസിലാണ്, ഭയങ്കര ഒരു സംസാരത്തിലാണ്. ലച്ചുവിനെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം, നമ്മൾ ലച്ചുവിനെ ഒരു നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് കൊണ്ടുവന്നത്. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കും, ഇതിനപ്പുറം പ്രശ്നങ്ങൾ നടക്കും എന്ന് കരുതിക്കൂട്ടി തന്നെയാണ് നമ്മൾ വന്നത്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഇനി പാതി വഴിയിൽ ലച്ചുവിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അവൾ നമ്മളെ വിശ്വസിച്ച് മാത്രമാണ് ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് അവളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണം, നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം, നല്ലൊരു ജീവിതം അവൾക്ക് കണ്ടെത്തി കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല അഭിയേട്ട, ലച്ചുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്തേ പറ്റത്തുള്ളൂ, ലച്ചുവിനെ പഠിപ്പിക്കണം എന്നൊക്കെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും ലച്ചുവിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നോക്കാം, അവളെ ലച്ചുവിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ഉടനെ തന്നെ എടുക്കാം എന്നൊക്കെ അഭി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലച്ചു വന്നു. എന്നിട്ട് അവിടെ താഴോട്ട് വരാനായിട്ട് അമൽ പറഞ്ഞു എന്നും അമലും പൊന്നും ഞാനും കൂടി ചേർന്നിട്ട് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും സ്റ്റാറും ഒക്കെ തൂക്കി നല്ല അലങ്കരിച്ചു. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ താഴോട്ട് കൊണ്ടുവരാനായിട്ട് അമൽ പറഞ്ഞു എന്ന് ലച്ചു പറഞ്ഞു. അപ്പോൾ ജാനകി അബിയോട് പറയുന്നുണ്ട്, പൊന്നു ഒരു സങ്കടം എന്നോടും രാവിലെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ക്രിസ്മസ് ട്രീയും ഒന്നും ഇല്ലല്ലോ. പൊന്നു എന്നോടും പറഞ്ഞു എന്ന് ലച്ചു പറഞ്ഞു, പൊന്നു എന്നോട് സങ്കടം പറയുന്നുണ്ടായിരുന്നു ഈ ക്രിസ്മസ് ട്രീയും ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോഴാണ് ഇത് നന്നായി അമലേട്ടൻ ഒരുക്കി കൊടുത്തത്. ജാനകിയും ആ സങ്കടം പൊന്നു പറഞ്ഞു എന്ന് അബിയോട് പറയുമ്പോൾ അമലിനല്ലാതെ പൊന്നുവിന്റെ മനസ്സ് ആർക്കാണ് കൃത്യമായിട്ട് അറിയാവുക? പൊന്നുവിന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നത് അമലിന് മാത്രമാണെന്നാണ് അവിടെ അബിയും പറഞ്ഞത്. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി താഴോട്ട് പോകുമ്പോൾ അവിടെ അടുത്ത ആ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുവാണ്. എല്ലാവരും താഴെ വന്ന് നോക്കുമ്പോൾ നല്ല അതിഗംഭീരമായിട്ട് പുൽക്കൂടും ഒക്കെ ഒരുക്കി വെച്ചിരിക്കുവാണ്. നേരെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സാന്റാക്ലോസ് എത്തി. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് സാന്റാക്ലോസ് നല്ല ഡാൻസൊക്കെ കളിച്ച് ഉന്മേഷത്തോടു കൂടി അവിടെ ആടിപ്പാടി നിൽക്കുവാണ്. ഒപ്പം ഒരു കൊച്ചുകുട്ടിയുണ്ട്. അപ്പോൾ ആ കൊച്ചുകുട്ടി സാന്റാക്ലോസിന്റെ വേഷമാണ് അണിഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് താനാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ എല്ലാവരും ആഘോഷത്തോടെ നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു ശബ്ദം കേട്ടിട്ട് മുത്തശ്ശിയും അപർണയും കൂടി പുറത്തോട്ട് വന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് പൊന്നുവാണ് ആ കൊച്ചുകുട്ടിയായിട്ട് സാന്റാക്ലോസിന്റെ വേഷം കെട്ടിയത്. അങ്ങനെ അബിക്കും ജാനകിക്കും ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ആ ഒരു ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞു. അവസാനം പൊന്നു ആ വേഷം മാറ്റിയപ്പോൾ പൊന്നു നീയാണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പൊന്നു കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്ക് എന്ന് പറയുമ്പോൾ ഒരു സാന്റാക്ലോസ് നിൽക്കുവാണ്. പെട്ടെന്ന് ആ സാന്റ തൻ്റെ മുഖത്തുള്ള മുഖംമൂടി മാറ്റിയപ്പോൾ അത് നമ്മുടെ അമലാണ്. അമല് മറ്റുള്ളവരുടെ സന്തോഷം, ഈ ഒരു പ്രശ്നം ആളി കത്തിക്കാതെ തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമൽ ഈ ഒരു വേഷം കെട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ജാനകിക്കും അബിക്കും ഒരുപാട് സന്തോഷം തോന്നി. തൻ്റെ മകളുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട്
അമൽ ഇത്രത്തോളം ചെയ്യുന്നുണ്ടല്ലോ, വേറെ ആർക്ക് അവളുടെ മനസ്സറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും അമലിനെങ്കിലും ഞങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം തന്നെയാണ് ജാനകിക്കും അഭിക്കും. പക്ഷേ ഈ ഒരു സന്തോഷമൊന്നും അപർണയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നേരെ അപർണ ദേഷ്യത്തോടെ റൂമിലോട്ട് പോയി. അതേ വേഷത്തിൽ തന്നെ, സാൻഡയുടെ ഡ്രസ്സ് മാറ്റാതെ അതേ വേഷത്തിൽ തന്നെ അമലും റൂമിലോട്ട് പോയി. അപർണ ഭയങ്കര ദേഷ്യത്തിലിരിക്കുവാണ്. അപ്പോൾ ഇത് അമൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിനക്കെന്താ മറ്റുള്ള വീടുകളിലും കൂടി ഈ സാൻഡയുടെ വേഷം കെട്ടി ഡാൻസ് കളിക്കാൻ പൊക്കൂടായിരുന്നോ എന്നൊക്കെ കളിയാക്കുവാണ്. എന്നാൽ തിരിച്ച് അത് നല്ലൊരു ആലോചന തന്നെയാണ് നമ്മൾ തിരിച്ചു പറയുമ്പോൾ, നിനക്ക് നാണമില്ലേ? ഒരു CEO പോസ്റ്റിൽ വലിയൊരു പദവിയിലാണ് നീ ഇരിക്കുന്നത്, വലിയൊരു കമ്പനിയുടെ CEO പോസ്റ്റിലാണ് നീ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഇങ്ങനെ ഒരു വലിയ പോസ്റ്റിൽ നിനക്കുമ്പോൾ നിനക്ക് നാണമില്ല ഇങ്ങനെ കൊച്ചു കുട്ടികളോട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കാനായിട്ട്? ഇങ്ങനെ ഒരു സാന്റാക്ലോസ് വേഷം കെട്ടി ഇങ്ങനെ നാണം കെട്ട് കോമാളിയാകാനായിട്ട് നിനക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലിനെ ഭയങ്കരമായിട്ട് അപമാനിക്കാൻ വേണ്ടിയിട്ട്, കളിയാക്കാൻ വേണ്ടിയിട്ട് അപർണ ശ്രമിക്കുവാണ്. എന്നാൽ എനിക്ക് CEO പോസ്റ്റൊക്കെ ശരിയാണ്, പക്ഷേ CEO പോസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയിൽ മാത്രമാണ്, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ മാത്രമാണ് എനിക്കൊരു CEO പോസ്റ്റ്, ഞാൻ വലിയ നിലയിൽ ഇരിക്കുന്നു എന്നുള്ളത്. മറ്റു സമയങ്ങളിലെല്ലാം എനിക്ക് എൻ്റെതായിട്ടുള്ള സ്വകാര്യ ജീവിതമുണ്ട്. അവിടെ എനിക്ക് ഇഷ്ടം ഉള്ളതുപോലെ എൻ്റെ സന്തോഷത്തിന് ഞാൻ ജീവിക്കും. അവിടെ കൈകടത്താനായിട്ട് നിനക്ക് ഒരു അധികാരവുമില്ല. ഞാനും നീയും തമ്മിൽ ഒരു ലീഗലി ആയിട്ടുള്ള ഒരു മാരേജ് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നീ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് വരരുത്. നീ ഈ വീട്ടിലെ പ്രശ്നങ്ങളെ ആളിക്കത്തിച്ച് ഇവിടെ എല്ലാവരെയും തല പുകച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ നോക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങളെ ഊതി അണച്ച് ശാന്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, സന്തോഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിയിട്ടുമാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നീ ഇനി എന്തൊക്കെ കാണിച്ചാലും ഞാൻ ഇനി താഴാൻ പോകുന്നില്ല. പിന്നെ ഈ വേഷത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഇനി നിന്റെ പേരിൽ നീയായിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ അമലിനെ നീ കാണും എന്നൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടാണ് അമലു താഴോട്ട് പോയത്. എന്നാൽ അപർണയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് എല്ലാവരുടെയും സന്തോഷം തല്ലിക്കെടുത്തണം, ആരും സന്തോഷിക്കാൻ പാടില്ല, എല്ലാവരുടെയും ജീവിതം തകരണം, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അപർണ വന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ആളെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, വലിയ പൊട്ടിത്തെറികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും അവിടെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പ്രഭാവതിയുടെ മനസ്സിനെ വീണ്ടും വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ച് കുറച്ചുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അജയും ശ്രമിക്കുകയാണ്. അച്ഛൻ എന്തായാലും, അച്ഛനിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. സ്വന്തം മക്കളെ പോലും നോക്കാതെ മറ്റൊരു ഭാര്യയിൽ പിറന്ന, മറ്റൊരു സ്ത്രീയിൽ പിറന്ന മകനോടാണ് അച്ഛന് ഏറ്റവും കൂടുതൽ ദേഷ്യം, സ്നേഹം. സ്വന്തം മക്കളോട് ഒരു സ്നേഹവും ഇല്ല എന്നും, അതുകൊണ്ട് ഇനി അച്ഛൻ്റെ കാര്യങ്ങൾ അച്ഛനെ ഇനി നമ്പി നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല. അമൃതയുടെ ജീവിതം അച്ഛനായിട്ട് തൊലച്ചു കളഞ്ഞു. അച്ഛൻ്റെ സുഹൃത്തിന്റെ മകനെന്ന് പറഞ്ഞുകൊണ്ട് അമൃതയെ കൊണ്ട് ശരണിന്റെയും അമൃതയുടെയും വിവാഹം കഴിപ്പിച്ചു. ഇപ്പോൾ ഡിവോഴ്സിലെത്തിയിരിക്കുവാണ്, അവർ തമ്മിൽ പിരിഞ്ഞു നിൽക്കുവാണ്. പിന്നെ അമലിന്റെ ഈ ഒരു CEO പോസ്റ്റ് ഒരിക്കലും ശാശ്വതമല്ല. എപ്പോഴെങ്കിലും ഈ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അമലിനെ വലിച്ചു താഴെയിടാൻ വേണ്ടിയിട്ട് അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വീണ്ടും അബിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നോക്കുവാണ്. അതുകൊണ്ട് ഒരിക്കലും അമലിന്റെ ജീവിതവും ശാശ്വതമല്ലെന്നും, എനിക്ക് ഈ കോടതി വരാന്ത കയറി നടക്കാനാണോ വിധി, അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ഇതിൽ ഇടപെട്ടേ പറ്റത്തുള്ളൂ, ഇനി ഞങ്ങൾക്ക് അമ്മയിലാണ് പ്രതീക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഇനി എന്തായാലും അമ്മയുടെ അധികാരം കാണിക്കണം. അമ്മയ്ക്ക് ആ ഒരു പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മ ആ ഒരു ധൈര്യം എനിക്ക് തരണം, ആ ഒരു അധികാരം എനിക്ക് തരണം. ഞാൻ ഈ സൂര്യപ്രഭ ഓർഗനൈസേഷന്റെ പകുതിയും അമ്മയുടേതാണ്, അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ്, ആ അവകാശം നേടിയെടുക്കാനായിട്ട് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കട്ടെ എന്നാണ് പ്രഭാവതി പറയുന്നത്. പ്രഭാവതി എന്തായാലും സൂര്യനാരായണനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഇവിടെ ജാനകിയെയും അബിയെയും ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട്, അവർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ്. ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ ലച്ചുവിനെ എല്ലാവരും മറന്നുപോയി. ലച്ചുവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജാനകിയും അബിയും മാത്രമാണ് അവിടെ അവൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്, അവർ രണ്ടുപേരും മാത്രമാണ്.
അങ്ങനെ ഇത് ലച്ചു അവിടെ മാറിയിരുന്ന് തന്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അമൃതയോട്. അമൃത ഓരോ കാര്യങ്ങൾ ലച്ചുവിനോട് ചോദിച്ചറിയുവാണ്. ലച്ചു വലിയ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ നല്ല മാർക്കോടെ പാസ്സായി സ്കൂൾ ഫസ്റ്റ് ആയിരുന്നല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ലച്ചുവിന് പഠിക്കാൻ പോവാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്റെ അച്ഛന് ഉപേക്ഷിച്ച് പോയിട്ട് എന്റെ അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്, കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചുപോയി, പിന്നെ മുത്തശ്ശി നോക്കി, മുത്തശ്ശി മരണപ്പെട്ടു പോയി, പിന്നെ എനിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഞാനാണ്, അപ്പൊ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് അമൃത ജാനകി അവിടെ. അപ്പോൾ അമൃത പറയുന്നുണ്ട്, ജാനിയേട്ടത്തെയും അഭിയേട്ടനും ലച്ചുവിനെ പഠിപ്പിക്കാമെന്നല്ലേ പറഞ്ഞത്, അപ്പൊ അവരോട് പറയണം, എന്നിട്ട് ലച്ചു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി വരികയും എന്നിട്ട് ലച്ചുവിനെ അത് കളിയാക്കാൻ വേണ്ടിയിട്ടും ലച്ചുവിനോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു. എന്നാൽ ലച്ചു എന്ത് തെറ്റാണ് ചെയ്തത്? മുത്തശ്ശിയുടെ അനിയത്തി ഇറങ്ങിപ്പോയി മറ്റൊരു വിവാഹം കഴിച്ചു, പക്ഷേ അതില് ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ പഴികളെല്ലാം മുത്തശ്ശി ലച്ചുവിന്റെ തലയിലിടുകയും നീ ചുമ്മാതല്ല നിന്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് നീ ഇങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ നിനക്ക് വന്നത്, നീ ഒരു കാലത്തും നന്നാവത്തില്ല, നീ ഒരു കാലത്തും സന്തോഷത്തോടെ ജീവിക്കത്തില്ല എന്ന് പ്രാഗി തൊഴിച്ചിട്ടാണ് മുത്തശ്ശി പോയത്. അപ്പോൾ അമൃത പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, വിവാഹം വേണ്ട എന്ന് പറയുന്നത് എന്നെ പോലെയുള്ള കുറച്ചു പേരുടെ ജീവിതം കണ്ടിട്ടാണെന്നും നീ നല്ലൊരു നിലയിലെത്തണം, അഭിയേട്ടനോട് പറഞ്ഞിട്ട് നീ നല്ലതുപോലെ പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കണം, അതായിരിക്കണം നീ ആദ്യം ചെയ്യേണ്ടത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു നരകത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നീ നോക്കണം എന്നൊക്കെ അമൃത ലച്ചുവിനോട് പറഞ്ഞു. ലച്ചുവിനും അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു, പേടിയായിരുന്നു. ഈ സമയത്ത് മുത്തശ്ശി പൊന്നുവിനോട് ഇറങ്ങിപ്പോവാനായിട്ട് പറഞ്ഞ സംഭവങ്ങൾ പൊന്നു തന്റെ സങ്കടം അബിയോട് വന്ന് പറയുവാണ്. അബി ഇരിക്കുമ്പോൾ, അച്ഛാ മുത്തശ്ശി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീട് ഇതല്ല എന്നും, മൂന്നാറിലാണ് നിങ്ങളുടെ വീട്, അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്നും, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ മുത്തശ്ശി തന്നോട് പറഞ്ഞു എന്ന് സങ്കടം പറയുകയും തനിക്ക് ആ വീട്ടിലോട്ട് പോകണ്ട, അവിടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നെ അവിടെ നില പിടിച്ചോണ്ട് പോയത്, അതുകൊണ്ട് എനിക്ക് അവിടെ പോകണ്ട, പേടിയാണ്, നമുക്ക് ഈ വീട് മതി എന്നൊക്കെ പറയുന്നുണ്ട്. പൊന്നുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി പറഞ്ഞു പൊന്നുവിന്റെ ആ ഒരു മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ജാനകിക്ക് മനസ്സിലായി. എന്നാലും ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോവുക? എന്തായാലും ലച്ചുവിനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും അപർണയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാൽ പ്രശ്നങ്ങളെ രൂക്ഷമാക്കാതെ ആളിക്കത്തിക്കാതെ സമാധാനമാക്കാൻ വേണ്ടിയിട്ട് അമലും ശ്രമിക്കുവാണ്. ഒപ്പം തന്നെ തന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന അപർണയ്ക്ക് തിരിച്ചടി നൽകാനായിട്ടും അമൽ ശ്രമിക്കുവാണ്. ഇനി എന്തായാലും മുത്തശ്ശിയുടെ കാര്യം ഗോവിന്ദയാണ്. പൊന്നുവിനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ജാനകി നല്ല മറുപടി തന്നെ കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.